അനിയ ഈ വൺ മിസ്റ്റർ വെളുത്തച്ഛൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ? വെളുത്തച്ഛൻ ആക്രാന്ത ഹൗസ്, കടപ്പുറം പിയോ. എടാ എനിക്ക് എന്റെ സ്വന്തം വീട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് വല്ലവന്റെ വീട്. ഒന്ന് പോടാപ്പാ. എന്നാൽ ഞാൻ തെളിച്ചു പറയാം. തെളിച്ചു പറയാൻ നീ ആരാ? ടോർച്ച. അതായത് ഈ കറുത്തമ്മയെ കല്യാണം കഴിച്ച പളനിയുടെ വീട് എവിടെയാണ്? അത് എടുത്തു പോയില്ലേ? ആര്? എടാ കടലെടുത്ത് പോയില്ലേ? എന്നാലും ഒരു ഉദ്ദേശം. ആ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം. ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട്. ആ കപ്പലയുടെ അടുത്തായിട്ട് ഒരു കുരിശുണ്ട്. ആ കുരിശാണ് സത്യം. എനിക്ക് അങ്ങ് അറിയാൻ പാടില്ല. ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം. ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കയറി ഇറങ്ങുന്ന ആളാ. ഈ പുള്ളിക്ക് എല്ലാം അറിയാം. അതല്ലേ വൺ മിസ്റ്റർ വെളുത്തച്ഛന്റെ വീട് എവിടെയാണ്? വെളുത്തച്ഛന്റെ വീട് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവൂല. വെളുത്തമ്മയുടെ വീട് ചോദിച്ചോ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കാണിച്ചു തന്നെ വീടാണത്. മാത്രമല്ല ഇപ്പൊ സെറ്റപ്പ് ഒക്കെ മാറി. സിനിമയിലേക്ക് വേണ്ടി സിനിമാ ഭ്രാന്ത് പോയി നടക്കുകയാണ്. നമ്മളെ മനസ്സിലായില്ല, സിനിമയിലേക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നൊക്കെയാണ്. അല്ല, ഞാനിങ്ങ് ദുബായിൽ നിന്ന് വരിക. പേര് വടപളനി. ദൈവമേ, വെളുത്തമ്മ അന്വേഷിച്ചു വരാൻ ദുബായിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയല്ല. പക്ഷേ അവളെ തള്ളേനെ പോലെയല്ല. ആരാ? മനസ്സിലായില്ലല്ലോ. എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പളനി, വടപളനി. അങ്ങനെ ദുബായിന്ന് വരുക. ഞാൻ വെളുത്തമ്മയുടെ നേരാങ്ങളെയാ. നേരാണോ അങ്ങളെ? ആരാ മോളെ അത്? നേരാണ് കുട്ടി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്നു ഒരച്ഛൻ്റെ 2 മക്കൾ. വെളുത്തമ്മക്കറിയാമോ? കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ പരിചയം. ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടുങ്ങി. അതിനെ വലിച്ച് വഞ്ചിയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും, അച്ഛൻ ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ അച്ഛനും കൊമ്പനുമായുള്ള മൽപ്പിടുത്തം മണിക്കൂറുകളോളം നീണ്ടിരുന്നു. കൊമ്പൻ അച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി. അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത്. അച്ഛൻ്റെ വലയിൽ കൊമ്പനല്ല, കൊമ്പൻ്റെ വലയിൽ അച്ഛനാണ് കുടുങ്ങിയതെന്ന്. അവസാനം അച്ഛൻ ഏതോ ഒരു കടൽ തീരത്തടിഞ്ഞു. അങ്ങനെ അച്ഛനൊരു കര വെച്ചു, കൊമ്പനും. കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി. എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അച്ഛനെ അങ്ങനെ ജയിലിലടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചുകളിക്കാരി ആൽക്കുലത്ത് ദുലാനിയും സുനാമിയെയും ജയിലിൽ വെച്ച് വിവാഹം കഴിച്ചത്. അങ്ങനെയാണ് ഞാനുണ്ടായത്. അങ്ങനെ പിന്നെ പഠിച്ചത് വളർന്നല്ല ദുബായിൽ. നിങ്ങൾ ദുബായ് എന്ന് പറയും, ഞങ്ങൾ UAE എന്ന് പറയും. കഴിഞ്ഞ ദിവസമാണ് പളനിയച്ഛൻ എന്നോട് ആ കഥയെല്ലാം പറഞ്ഞത്. നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു. ബൈ ദ ബൈ, പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക്? ഇല്ല, പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്. ഒരു 7 ഫോട്ടോ വേണ്ടി വരും. ആരുടെയൊക്കെയാ? ആരാ മോളെ അത്? ആരാണത്? വാ, അകത്തേക്ക് പോകാം. ആരാ? ഞാനാ, പളനിയുടെ മകൻ വടപളനി. പളനിയുടെ അതേ മുഖം, അതേ മൂക്ക്, അതേ കണ്ണ്, അതേ ആഹാരം. പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം. ഇപ്പോൾ എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാനിവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുബായിലേക്ക്. അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും വത്സരൽ കാർഡും ഇല്ലാതെ എങ്ങനെയാടാ ദുബായിക്ക് പോണത്? അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം. അപ്പം ഇപ്പം വേണ്ട അപ്പൂപ്പ. 15 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ, സമയം പോലെ കഴിച്ചോളാം. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സ്വാദ്. കുറച്ചെടുക്ക് കഴിക്കാം. വാ. എന്നാ വാ. വന്നേ കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കളാപ്പുറ കൊച്ചുണ്ണി വന്നേ. നമ്മുടെ കൊച്ചുണ്ണി വന്നു. പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ കൊച്ചുണ്ണി വന്നു. കടപ്പുറക്കാർക്കല്ല സുഖമാ. കടപ്പുറം കൊച്ചുണ്ണി നമ്മുടെ എല്ലാവരുടെയും കണ്ടിലുണ്ണിയാ.
ആ കൊച്ചുണ്ണി വന്നല്ല. ഇത് എവിടെയായിരുന്നു കൊച്ചുണ്ണി? ഇപ്പോഴാ വിളിക്കിറങ്ങിയത്. അയ്യേ ശ്ശെ. അതല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാരെയാ നമ്മൾ പറഞ്ഞത്. ആ അങ്ങനെ. ഹേയ്, ഇതന്നെ ഇടയ്ക്കിടയ്ക്ക് വാരി എടുക്കണം. കരിമണൽ ശേഖരിക്കുക. ഏ? ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോബിക്ക് വിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽ വാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ, അല്ലാണ്ടൊന്നുമല്ല. അപ്പൊ കൊച്ചുണ്ണിക്കൊന്നും വേണ്ടേ? എനിക്ക് പുണ്യം ഉണ്ടല്ലോ, എനിക്ക് പുണ്യം മതി. ആ. പൈസ എന്ന് പറഞ്ഞ എനിക്ക് അലർജി. അതങ്ങനെയല്ല, ഞാൻ വാരിട്ട് തരാം. ഇതോ തരുമായിരുന്നു വാരി ഇങ്ങനെ മാറി പാർത്തി എന്ത് കാണി. കരിമണ്ണിൽ എന്നെ മാത്രമല്ല, പണിയാ. എല്ലാ മണ്ണിലും വാരിട്ടോ, ചുമ്മാ വാരിട്ട് എടുത്തു പോ. ആ. ഇതാ ഇത് കൊണ്ടുപോ. ശരി. ആ എന്താ രാഘവ ഈ വഴിയൊക്കെ? കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ? 100ക്ക് 100 രൂപ വെച്ച് പലിശക്ക് തരാം. അതാവുമ്പോ മുതല് തിരിച്ചടക്കേണ്ടി വരില്ല. അത് ശരിയാ. അത് തിരിച്ചടക്കണതിന് മുമ്പ് രാഘവൻ അടക്കേണ്ടി വരും. അതാണ് അതിന്റെ ഒരു ഗുണം. പണം പലിശയ്ക്ക് വാങ്ങാൻ വേണ്ടി വന്നതല്ല. എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം ഇവിടുന്ന് സൂക്ഷിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നതാ. എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം. സ്വർണ്ണമൊക്കെ ഞാൻ സൂക്ഷിക്കാം, പക്ഷേ സൂക്ഷിപ്പ് കാശ് തരേണ്ടി വരും. അത് ഞാൻ തരാം. അപ്പൊ ശരി മുതലാളി, ഞാനങ്ങോട്ട്. ആ ചെല്ല്. ഓ, വലിയ ഉപകാരം. വാ. നായക്കറിനേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? പറിച്ചെടുക്കാം, പോരട്ടെ. ആ, വെളുത്തമ്മനെ കാത്തു കാത്ത് എന്റെ കണ്ണ് കടച്ചി. ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. വെളുത്തമ്മ എവിടെ പോയതാ? ഞാൻ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി വാങ്ങാൻ പോയതാ. എന്റെ വെളുത്തമ്മ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വാരി തേക്കല്ലേ. വേണമെങ്കിൽ കുറെ പാരാൻ ലെവലിൽ മേടിച്ചു തരാം. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ. ഛോ, അത് അവരല്ലേ. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭ്രാന്ത് മാറിയില്ലേ? ആ, കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇത് 14 ദിവസം കൂടി ബാക്കി. അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചില്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ആ, അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. 30 ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം. പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെയാ പറയാറ്. അല്ല, ഞാൻ പോണു. ആ കാലന് ഞാനൊരു കാലനാ. ആ കിളവൻ എഴുന്നേക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും, അല്ലെങ്കിൽ ഞാൻ കിടത്തും. പന്ത് അങ്ങനെ എല്ലാവരും കളിക്കണം, നോക്കി കളിക്കണം. എല്ലാവരും തെറ്റിക്കരുത്. വീണാനിപ്പം കളിക്കില്ല, കളിക്കില്ല, അടിക്കില്ല, അടിക്കില്ല. അതെന്നെ അവരോട് കാണിച്ചു. കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുഴപ്പമില്ല. ദേ വിളിച്ചോ, സിദാൻ 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 വിളിച്ചോ. ഹലോ, സഹായിക്കാൻ വേണ്ടിട്ട് ഒരു പാവങ്ങളെ ഇവിടെ കാണുന്നു. ഈ പാവങ്ങളൊക്കെ എന്ത് ഇങ്ങനെ? ആ, എന്തൊക്കെയാണ് രാവൻ ചേട്ടാ വിശേഷങ്ങള്? മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ചെറുക്കന്റെ വീട്ടുകാർ 25 പവനാ ചോദിക്കുന്നത്. ആ കാര്യം ഓർക്കുമ്പോ എന്റെ ചങ്ക് പെടപെടാന്ന് പിടയ്ക്കുക. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു എമ്പക്കം വിടായിരുന്നു. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനല്ല ഇവിടെ ഉള്ളത്, ധൈര്യമായിട്ട് വെക്കുവോ. കല്യാണ ചെറുക്കൻ പന്തലിലെത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും. ഇത് കൊച്ചുണ്ണിയാ പറയുന്നത്. കടപ്പുറം കൊച്ചുണ്ണി, 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 കടപ്പുറം കൊച്ചുണ്ണി. ഈശ്വര, സമാധാനമായി. അവൻ എവിടെങ്കിലും പോയി കക്കട്ടെ. വെളുത്തമ്മ 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 വെളുത്തമ്മ. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് പറ്റിക്കണേ? ഈ പലിശരാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം.
ഇവന്മാരിത് എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, കിട്ടിപ്പോയി. കുറെ ഉണ്ടല്ലോ. എന്റെ പിച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത്, അല്ല പണിയുണ്ടാക്കരുത്. തൽക്കാലം ഇത് പിടിച്ചോ, ഒരു കുഞ്ഞറിയരുത്. എന്താടാ പിരിക്കുട്ടി നിങ്ങൾ കിടന്ന് പരിങ്ങണേ? അതെ, ഞാൻ രാഘവഞ്ചേട്ടനെ കണ്ടു എപ്പോഴും ഒഴിഞ്ഞു മറിയാണ്. അത് ഞാൻ നിനക്കും തരാനല്ലോടാ പിരിക്കുട്ടി. അതല്ല, രാഘവഞ്ചേട്ടൻ്റെ ഈ ദുഃഖിച്ചുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആവും. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു അവസ്ഥയിലാ പിരിക്കുട്ടി ഞാനിപ്പോ. വല്ല വിഷവും കഴിച്ച് ചത്താലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. ബൈ ദ വേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് രാഘവഞ്ചേട്ടനെ ചെയ്യാൻ പറ്റുമോ? വല്ല കെട്ടിത്തൂക്കും ചാകാനോ മറ്റാണോ? അതല്ല, ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്ത് കത്തനാര്. അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ 25 പവൻ എവിടെ ഉണ്ടെന്ന് ആ അച്ഛൻ അറിയാൻ പറ്റും. ആ പലിശക്കാരനും ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകരുത്. ശരി, അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. ഇത് വല്ലതും നടക്കുവോ ആവോ? 25 പവനല്ല, അതായത് അർദ്ധനാറച്ചൻ കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. ഇതെന്താണ് എഴുതി വെച്ചേക്കണത്? മനസ്സിലായ? അതെ, അറിയില്ലേലും ഞാൻ വായിച്ചത്. അച്ഛന്റെ പഴയ HMD വാച്ച് കാണാനില്ല, കണ്ടു കിട്ടുന്നവർ പള്ളി കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. അതാണ് സംഭവം. കണ്ടോ, ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങൾ തല്ലണം. ആരെ? അതാരാണ് ശരി, അവനെ തല്ലണം. ആരോട് കൊണ്ടുവന്നവനെ തല്ലണം അല്ലേ? ഇവരല്ലേ കൊണ്ടുവന്നത്?